നിങ്ങൾ ആരാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ രക്ഷകൻ ആരാണ് എന്ന് കരുതിയാൽ മതി. ശ്രീ ജോർജ് കുര്യൻ എന്നിൽ ഉണർത്തിയ ചിന്തകൾ. ഏവർക്കും സ്വാഗതം, നമസ്കാരം. കേന്ദ്രത്തിൽ സഹമന്ത്രിയായ ശേഷം ശ്രീ ജോർജ് കുര്യൻ തൻ്റെ മാതൃസഭയായ സിറോ മലബാർ സഭയിലെ ഒരു പെരുന്നാളിൽ സംബന്ധിച്ചുകൊണ്ട് നടത്തിയ വാചാലമായ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെൻ്റെയും ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത് കൊണ്ട് ആ പ്രസംഗം കണ്ടതിൽ കൂടെ എന്നിൽ ഉത്ഭവിച്ച ചിന്തകൾ അനേകമാണ്. അവയിൽ ചിലതൊക്കെ നിങ്ങളുമായി പങ്കിടുന്നത് കാലോചിതമായിരിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ചിന്താശകലം നിങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ രക്ഷകൻ ആരാണ് എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ഒരു രക്ഷിതാവിനെ ആവശ്യമുണ്ട്. അവർ സംരക്ഷിക്കപ്പെടേണ്ടത് പിശാചിൽ നിന്നല്ല, പാപത്തിൽ നിന്നല്ല, മാനുഷികമായ ചാപല്യങ്ങളിൽ നിന്നല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ വികൃതികളിൽ നിന്നല്ല. അവർ സംരക്ഷിക്കപ്പെടേണ്ടത് സഹോദരങ്ങളായ മുസ്ലിങ്ങളിൽ നിന്നാണ്, ഇസ്ലാം വിശ്വാസികളിൽ നിന്നാണ്. അങ്ങനെ സംരക്ഷണം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടോ സമൂഹത്തിൽ സന്മാർഗബോധം വളർത്തിയിട്ടോ ആത്മീയമായ ദർശനത്തിൽ കൂടെ ശത്രുത്വത്തിൻ്റെ നാമ്പ് നുള്ളിയിട്ടോ അല്ല. കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവർ ഭൗതികമായ രക്ഷ പ്രാപിക്കേണ്ടത് BJP ആശ്രയിച്ചിട്ട് മാത്രമാണ്. അതിന് ഉപോത്ബലകമായി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, നിങ്ങളെ ഗൂഢാലോചനയിൽ കൂടെ നിലംപരിശാക്കുവാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ എൻ്റെ സർക്കാർ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഏക സർക്കാർ ഇതാ ഒതുക്കിയിരിക്കുന്നു. ഇത് എൻ്റെ ശ്രദ്ധയിൽ വളരെ ശക്തമായി പതിച്ച ഒരു പ്രസ്താവനയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരു പ്രസംഗവേദിയിൽ നടത്തപ്പെടുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനോ യുക്തിപരമായി പ്രതികരിക്കുവാനോ ഉള്ള സാവകാശമില്ല, അവകാശവുമില്ല. ഒരു മന്ത്രി അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, അദ്ദേഹത്തിന് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്നൊരു വ്യക്തിക്ക് അദ്ദേഹം ഇത് പറയുമ്പോൾ കൈയൊന്ന് പൊക്കി എനിക്കും ഒരു കാര്യം പറയാനുണ്ട് ഏമാനെ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് ആ ക്രമീകരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മന്ത്രി പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, ഒരു 1999 പ്രസംഗങ്ങളിലും പ്രസംഗിക്കാൻ വരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ വിളിച്ചു പറയുകയും അവിടെ വന്നിരിക്കുന്നവർ യാതൊരു പ്രതിഷേധവുമില്ലാതെ പറയുന്നത് അതുപോലെ കേട്ട് ഗ്രഹിച്ച് അതുതന്നെയാണ് അതിൻ്റെ വസ്തുത എന്ന് ധരിച്ച് വീട്ടിൽ പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ വിദ്യാഭ്യാസമുള്ളവർ, ലോകപരിചയമുള്ളവർ, ചിന്തിക്കുവാൻ കഴിവുള്ളവർ ആ ഒരവസ്ഥയിൽ നിന്ന് അല്പം മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച്
ചില കാലഘട്ടങ്ങളിൽ അങ്ങനെ ആ ചുമതല അത് പൗരത്വത്തിൻ്റെ ചുമതലയാണെന്നും അതിന് പൂർവാധികമായ പ്രാധാന്യം കൽപ്പിക്കണമെന്നുമുള്ള ഒരു പ്രത്യേക അത്യാവശ്യം വന്നു ചേരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നാം വസിക്കുന്നത് പ്രോപ്പഗാൻഡയുടെ യുഗത്തിലാണ്. ഈ പ്രോപ്പഗാൻഡ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത, സത്യത്തിന് തീരെ വില കൽപ്പിക്കാതെയും അസത്യം ഒരായുധം പോലെ ഉപയോഗിച്ച് ഒരു ജനതയെ മുഴുവനും കീഴടക്കാം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രണ്ട്, നാം വസിക്കുന്ന യുഗം പൊതുജന അഭിപ്രായം നിർമ്മിക്കുവാനുള്ള വ്യക്തികളുടെയും കൂട്ടങ്ങളുടെയും അധികാരത്തിൽ ഗണ്യമായ അസമത്വം നിലനിൽക്കുന്നു. ആ അസമത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രശ്നം? അതുകൊണ്ട് രാഷ്ട്രീയമായ അധികാരം കൈയാളുന്നവർക്ക്, അധിക സമ്പത്തുള്ളവർക്ക് ഏത് അഭിപ്രായവും, അവർക്ക് ലാഭം വരുന്ന ഏത് ആശയവും തിയറിയും കാൽപ്പനികമായ കാര്യങ്ങളും അയാഥാർത്ഥ്യമായ കാര്യങ്ങളും ജനങ്ങളുടെ മേൽ നിരന്തരം അടിച്ചേൽപ്പിക്കുവാനുള്ള അവസരം ഒരവകാശം പോലെ മറ്റുള്ളവരുടെ മേൽ ഹേമം ചെലുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യമെന്നുള്ളത്, നീതി എന്നുള്ളത് ഒരു ജനായത്ത പ്രതിഭാസമല്ല. ഇപ്പോൾ ഒരു സംഭവം നടന്നു, അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അത് കണ്ടു നിന്ന 100 പേരെ സമീപിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, അതിൽ 51% ആളുകൾ പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. ഒരു പക്ഷേ 100 പേരിൽ സത്യം സധൈര്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ 100 പേരിൽ 99 പേര് ഒരു തട്ടത്തിലും ഈ ഒരു വ്യക്തി മറ്റൊരു തട്ടത്തിലുമായിരുന്നാൽ ഈ ഏക വ്യക്തി ഇരിക്കുന്ന തട്ടത്തിനാണ് തൂക്കം കൂടുതൽ. പക്ഷേ ഇത് ഒരു ജനായത്ത അഭിപ്രായമല്ല. ഈ ഒരു വിധത്തിൽ ജനായത്ത വ്യവസ്ഥിതിക്ക് പ്രവർത്തിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ജനായത്ത സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ പ്രശ്നമുണ്ട് എന്ന് ഞാനല്ല ഇതാദ്യമായി പറഞ്ഞത്. ഇത് പറഞ്ഞത് ഒരുപക്ഷെ ജനായത്ത വ്യവസ്ഥിതിയെപ്പറ്റി ഏറ്റവും ആധികാരികമായി പഠിക്കുകയും പ്രസ്താവിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫറായിരുന്ന അലക്സിസ് ദെ തോക്വിൽ അദ്ദേഹത്തിൻ്റെ ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മൂല ആധാരവും അതുതന്നെയാണ്. നിങ്ങൾക്ക് ആ പുസ്തകം നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിമനോഹരമായ ഒരു പുസ്തകമാണ്. ഫ്രഞ്ച് എഴുത്തുകാരിൽ എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു എഴുത്തുകാരനാണ് അലക്സിസ് ദെ തോക്വിൽ. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവർക്ക്, അതായത് ബിരുദാനന്തര പഠനം നടത്തുന്നവർക്ക് അലക്സിസ് തോക്വിലിൻ്റെ കൃതികൾ നന്നേ പരിചിതമാണ്. അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷനിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ശ്രദ്ധേയമാണ്, അതിമനോഹരമാണ്. ഞാൻ തോക്വിലിനെ പറ്റി അധികമൊന്നും ഈ സമയത്ത് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കേരളത്തിൽ BJP ആണ് അവരുടെ രക്ഷകൻ. ദ സേവിയർ ഓഫ് ക്രിസ്ത്യൻസ് ഇൻ കേരള ഈസ് BJP എന്ന ഒരാശയം ഒരു സന്ദർഭമുണ്ടാക്കി തൻ്റെ പാർട്ടിയുടെ ലാഭത്തിനു വേണ്ടി പുതുതായി നിയമിക്കപ്പെട്ട ഒരു മന്ത്രി അവതരിപ്പിച്ചതിൽ എനിക്ക് അതിശയമില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ചിന്ത അത് കേട്ട് അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥയെ പറ്റിയാണ്.
ഞാൻ അവരുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഫലമാണ് വീഡിയോയിൽ കൂടെ നിങ്ങളിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ കൂട്ടത്തിലിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി വളരെ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ അവസരം അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇനിയും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് യാതൊരു ശങ്കയും കൂടാതെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. കാരണം എൻ്റെ സർക്കാർ നിങ്ങളുടെ ശത്രുക്കളെ അടിച്ചമർത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മുഖം പൊന്തി വരും. അത് അവിടെ ഇരുന്ന് മന്ത്രിയുടെ വായിൽ നിന്ന് വന്ന മനോഹരമായ വാക്കുകൾ കേട്ട് സായുജ്യമടഞ്ഞ എത്ര പേരുടെ മനസ്സിൽ ആ മുഖം തെളിഞ്ഞു വന്നു എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വരും. ആ മുഖം മറ്റാരുടെയുമല്ല, 84 വയസ്സുണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ആന്തരികമായ സുരക്ഷിതത്വത്തിനും അഖണ്ഡതയ്ക്കും വലിയ അപകടമാണ് എന്ന ആരോപണത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത് പാർക്കിൻസൺസ് ഡിസീസ് ബാധിച്ച് കൈകൾ വിറച്ചിരുന്നത് കൊണ്ട് കൈ ഉപയോഗിച്ച് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എനിക്ക് വെള്ളം കുടിക്കുവാൻ ഒരു സ്ട്രോ തരണം എന്ന് കേണപേക്ഷിച്ചിട്ടും അത് പ്രാപിക്കാതെ കാരാഗൃഹത്തിൽ വീണ് പട്ടുപോയ ഒരു ജീവിതമുണ്ട്. അതിൻ്റെ പേരാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്നുള്ളത്. അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റം അദ്ദേഹം ഒരു രാജ്യദ്രോഹിയും രാജ്യത്തിൻ്റെ സ്ഥിരതയ്ക്കുള്ള ശത്രുവുമാണ് എന്നുള്ളതാണ്. അതിന് ഉപോത്ബലകമായി യാതൊരു തെളിവുമില്ല എന്ന് മാത്രവുമല്ല, എന്തെങ്കിലും തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന വളരെ വേദനാജനകമായ, അല്പം ഭീതി ജനിപ്പിക്കുന്ന ഒരു ചിന്തയാണ് പ്രധാനമായും എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ളത്. നിങ്ങളിത് സാധാരണ യൂട്യൂബ് ചാനലിൽ കേൾക്കുന്ന ആശയങ്ങൾ പോലെയോ കഥകൾ പോലെയോ സംഭവങ്ങൾ പോലെയോ അല്ല. ഇതർഹിക്കുന്ന ഗാംഭീര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തോട് ബന്ധം പുലർത്തണമെന്ന് ഏവരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിന് ശേഷം അതിനെപ്പറ്റി ചില ലേഖനങ്ങളൊക്കെ എഴുതിയെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും അത് അസ്തമിക്കാത്ത ഒരു വലിയ ചോദ്യചിഹ്നമായി. ദിവസങ്ങൾ കഴിയുന്തോറും ആ ചോദ്യചിഹ്നത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ സ്റ്റാൻ സ്വാമിയുടെ ഇപ്രകാരമുള്ള മരണം 2000 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. ആ മനുഷ്യനെ നിങ്ങളറിയും. അവൻ്റെ പേര് യേശു എന്നാണ്. അവനെ നസ്രയൻ എന്നും ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് പണ്ട് കാലത്ത് അവനെ അറിയാമായിരുന്നു. ഇന്നും സിറോ മലബാർ സഭയിലെ ചില ആളുകൾക്കെങ്കിലും അവനെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അങ്ങനെ ഒരു പ്രതീക്ഷ മെത്രാന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ എനിക്കില്ല എന്നും കൊണ്ട സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണവും സ്റ്റാൻ സ്വാമിയുടെ മരണവും ഞാൻ താരതമ്യപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് നാം ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളുടെ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ സംരക്ഷകൻ എന്ന് BJP ആണ് എന്ന് അവകാശപ്പെടുമ്പോൾ ആ BJPയുടെ നന്മ കൊണ്ട് കാരാഗ്രഹത്തിൽ പട്ടുപോയ പൊലിഞ്ഞുപോയ ഒരു നല്ല ജീവിതത്തിൻ്റെ അവസ്ഥ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പരിഗണിക്കുവാൻ നാം നിർബന്ധിതരാണ്, നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്.
നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടണമെങ്കിൽ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അല്പം അറിയണമെങ്കിൽ ഈ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി അല്പം സാവകാശത്തിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ദയവായി അല്പം ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കണമേ. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയും നസ്രേനായ യേശുവും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടവരാണ്. അവരെ രണ്ടുപേരെയും കൊന്നത് സർക്കാരിൻ്റെ കരങ്ങളാണ്. അപ്പോൾ ഈ സിമിലാരിറ്റി നിൽക്കെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡിസ്സിമിലാരിറ്റിയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസമാണ് നാം ശ്രദ്ധിക്കേണ്ടത്, വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ യേശു ക്രൂശീകരിക്കപ്പെട്ട അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ സംഭവത്തിൽ അതിൻ്റെ കേന്ദ്രബിന്ദുവായി സ്ഥിതി ചെയ്യുന്നത് യേശുവാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്തത് രാത്രിയിലായിരുന്നുവെങ്കിലും ഗത്സമന തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ തന്നെ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് പടയാളികൾ അവനെ അറസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ അവൻ്റെ വിചാരണ ആരംഭിച്ചു. ആ മോക്ക് ട്രയലിൽ കൂടെ നിഷ്കളങ്കനായവൻ ക്രൂശീകരിക്കുവാൻ വിധിക്കപ്പെട്ടു. അത് മനുഷ്യന് നീതി നടത്തുന്നതിലുള്ള വൈദഗ്ധ്യത്തിൻ്റെയും ചുമതല ബോധത്തിൻ്റെയും അളവുകോലാണ് എന്ന് മാത്രമേ പറയേണ്ടൂ. അവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരു ബാനറിൽ എഴുതിക്കൊണ്ട് യെരുശലേം പട്ടണത്തിൽ കൂടെ ദീർഘമായ യാത്ര നടത്തി. കാരണം എല്ലാ ആളുകളും ഇവൻ്റെ അവസ്ഥ കാണണം. യെരുശലേമിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരും ഇത് കാണണം. അങ്ങനെ പട്ടണത്തിലേക്കൂടെയുള്ള യാത്ര കഴിഞ്ഞിട്ടാണ് പട്ടണത്തിൽ വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഗൊൽഗൊഥയിലേക്ക് പോകുന്നത്. അവിടെയും അവനെ എല്ലാവരും കാണത്തക്കവണ്ണമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണിമേൽ തറച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചുകൊണ്ട് സ്റ്റാൻ സ്വാമിയുടെ ജീവിതം എങ്ങനെയാണ് പൊലിഞ്ഞു പോയത് എന്ന് ഒന്ന് പരിഗണിച്ച് നോക്കൂ. സ്റ്റാൻ സ്വാമി പൊലിഞ്ഞു പോയത് ആരും കാണാതെയാണ്. ആരും കാണാതെ ആ ഒരു നല്ല ജീവിതം അലിഞ്ഞുപോയി. കാരാഗൃഹത്തിൽ കിടന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹം ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോലും തത്രപ്പെടുന്നു എന്ന മരണത്തിന് ശേഷമാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. എന്നാൽ യേശുവിന് എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുവാനും, അങ്ങനെ ദാഹിക്കുന്നുവെന്ന് പറയുമ്പോൾ പുളിച്ച വിനാഗിരിയാണെങ്കിലും അവന് കൊടുക്കുവാനും, അങ്ങനെ അവൻ്റെ ദാഹത്തെ പുച്ഛിക്കുന്നത് പൊതുജനത്തിന് കാണുവാനും അവസരമുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാൻ സ്വാമി ദാഹിക്കുമ്പോൾ സ്വന്തം കൈകൊണ്ട് ഒരു കപ്പ് വെള്ളം കുടിക്കുവാൻ കഴിയാതെ വിറയ്ക്കുന്ന കൈകൾക്ക് പകരം ഒരു സ്ട്രോ ആഗ്രഹിച്ച് കിട്ടാതെ മരിച്ചുപോയ ആ അവസ്ഥയെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് കേട്ടുകേഴ്വി മാത്രമേ ഉള്ളൂ. കേട്ടുകേൾവിയും കാണുന്നത് തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. എന്ന് മാത്രവുമല്ല, നസ്രേന യേശു ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നതിൻ്റെ ദൃശ്യം ഓരോ നിമിഷവും കാണുവാനുള്ള അവസരം ജനങ്ങൾക്കുണ്ടായിരുന്നു. സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ആരും കണ്ടിട്ടില്ല, കാണാൻ സാധ്യവുമില്ല. ഈ 2000 വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച വ്യത്യാസം ഇതാണ്. ഒരു കാലത്ത് ഭരണകൂടത്തിലിരിക്കുന്ന ആളുകൾ, ഭരണം കൈയാളുന്ന ആളുകൾ, മേലേക്കിടയിലുള്ള അധികാര വരേണ്യവർഗങ്ങൾ, അവർക്ക് അസൗകര്യമായ ആളുകളെ അന്നും
ഇന്നത്തെ പോലെ ഇല്ലാതാക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കുറ്റാരോപിതരായ ആളുകൾ അവരെ ഏതാണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ രായ്ക്ക് രാമായണം ഇല്ലാതാക്കുന്ന പരിപാടിയായിരുന്നില്ല അന്ന് കുറച്ചുകൂടെ മനുഷ്യത്വം ഉണ്ടായിരുന്നു. കൊല്ലുന്നതിലും കുറച്ചുകൂടെ മനുഷ്യത്വമാകാം എന്ന ഒരു ചിന്ത അന്ന് നിലനിന്നിരുന്നു. മാത്രവുമല്ല, അങ്ങനെ കുറ്റാരോപിതരായി കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സാഹചര്യമൊന്നുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുമതം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ജോർജ് കുര്യൻ പറയുകയാണ്, മന്ത്രിയായ ജോർജ് കുര്യൻ പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസികളുടെ സംരക്ഷണം, അവരുടെ വിശ്വാസം വരെ നിലനിൽക്കണമെങ്കിൽ ഒരു സർക്കാരിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ ഉറപ്പുവരുത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചരിത്രബോധമുണ്ടെങ്കിൽ 2000 വർഷം നാം പുറകോട്ട് സഞ്ചരിക്കും. ഒരു സർക്കാരാണ് യേശുവിനെ കൊന്നത് എന്ന് മറക്കരുത്. പക്ഷേ ആ സർക്കാർ മാത്രമല്ല, സർക്കാരിനെ കൊണ്ട് ആ ചൂടുപായസം വാരിച്ച ഒരു മതപുരോഹിത മാടമ്പി വർഗവും അവിടെയുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ പരിപാടി. അത് ഇവിടെയുണ്ട്. ഈ മന്ത്രിയും പുരോഹിതനും ഒരേ വേദിയിലിരിക്കുകയാണ്. അവരൊരുക്കുന്ന വേദിയുടെ മുമ്പിലാണ് ഈ പാവപ്പെട്ട ജനം ഇരുന്ന് ഈ വലിയ വലിയ ആശയങ്ങൾ കേട്ട് നിർവൃതി പ്രാപിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ക്രിസ്തുമതത്തിന് ഏത് വിധത്തിലുള്ള സംരക്ഷകരാണ് ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സ്റ്റാൻ സ്വാമിയാണോ വേണ്ടത്? ഒരു ജോർജ് കുര്യനാണോ വേണ്ടത്? ഒരു സ്റ്റാൻ സ്വാമിയുടെ അനുഭവത്തിൽ, അവൻ്റെ നിസ്സഹായതയിൽ പ്രിയപ്പെട്ട ബഹുമാന്യനായ ആരാധ്യനായ ജോർജ് കുര്യൻ്റെ പങ്ക് എന്തായിരുന്നു? അങ്ങനെ ഒരു അനീതി നടക്കുന്നു എന്നതിന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹം മൈനോറിറ്റീസ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്നു. അഭിമാനിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ ആ ചുമതല വഹിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇപ്രകാരമുള്ളൊരു വലിയ അനീതി ആരും കാണാതെ കാരാഗ്രഹത്തിൻ്റെ ഇരുളടഞ്ഞ മൂലകളിൽ നടക്കുന്നു എന്നത് തിരിച്ചറിയാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നോ ഇല്ലയോ? സിറോ മലബാർ സഭയ്ക്കാകമാനമായ BJP നൽകുന്ന സംരക്ഷണത്തിൽ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിക്കും സംരക്ഷണമുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ അസാമിൽ കത്തോലിക്ക പുരോഹിതന്മാരും കന്യാസ്ത്രീകളും നടത്തുന്ന സ്കൂളുകളിൽ പ്രാർത്ഥന പാടില്ല. അവർക്ക് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും അവർക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിടാൻ പാടില്ല. കെട്ടിടങ്ങളുടെ മുകളിൽ മതചിഹ്നം ഒന്നും, എന്ന് പറഞ്ഞാൽ കുരിശ് ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകുകയില്ല. അതേസമയം ഹിന്ദുക്കളായ ഞങ്ങൾക്ക് എന്തും എടുത്തു കാട്ടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. ഹനുമാൻ ചാലിസ ചൊല്ലി വേണം ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ അത് ദേശസ്നേഹമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമോ 1000 വർഷം മുമ്പ് സ്ഥിതി ചെയ്ത അവസ്ഥയല്ല, ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഞാനീ പറയുന്നത്. ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് എന്താണൊന്നും പറയാൻ സാധ്യമല്ലാത്തത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസികൾ പൗരന്മാരെന്ന നിലയിൽ പൂർവാധികമായി ജാഗരൂകത പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. നമുക്ക് ആരോടും പ്രതിപത്തിയോ വൈരാഗ്യമോ ഇല്ല, ഉണ്ടാവരുത്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ആരോടും പ്രത്യേകമായ പ്രതിപത്തിയോ ആരോടും പ്രത്യേകമായ വൈരാഗ്യമോ അതൃപ്തിയോ ഉണ്ടാവില്ല. അവരുടെ പ്രത്യേകത എന്തായിരിക്കണം? സത്യത്തോടുള്ള സമർപ്പണമാണ്. സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു ചുമതലയാണ്. അതാണ് യേശു പറഞ്ഞത്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും.
അപ്പോൾ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അന്വേഷണ ബുദ്ധിയിൽ കൂടെ അനുഭവിക്കുക എന്നത് നാം വിശ്വാസികൾ അല്ലെങ്കിൽ യേശുവിൻ്റെ അനുയായികളാണ് എങ്കിൽ നാം നിശ്ചയമായും പാലിക്കേണ്ട അച്ചടക്കമാണ്. അങ്ങനെയുള്ള അച്ചടക്കം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ പാലിക്കുന്നുവെന്ന് രാഷ്ട്രീയക്കാർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ഇപ്പോൾ നമ്മളെപ്പറ്റി വച്ച് പുലർത്തുന്ന സങ്കല്പങ്ങളിൽ ഗണ്യമായ മാറ്റം വരും. സുഹൃത്തുക്കളെ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ക്രിസ്ത്യാനികളെപ്പറ്റി ധരിച്ചിരിക്കുന്നത് ഇവർ മൊണ്ണകളാണ്, അവർക്ക് ചിന്തിക്കാൻ കഴിവില്ല, മാത്രവുമല്ല ഇവർ അധികാര കൊതിയന്മാരാണ്, കസേരയിലിരിക്കുന്നവൻ എന്തു പറഞ്ഞാലും അത് വേദവാക്യമാണ്, അതിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും അവരുടെ തലച്ചോറ് ധൈര്യം കാണിക്കില്ല, അതുകൊണ്ട് എന്തും ഏത് വിസർജ്യവും അവരുടെ മേൽ വാരിയെറിയാം എന്നൊരു ധാരണയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിലൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകനാണ്, എന്നെക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ അലയടിച്ച ഒരു ശബ്ദമില്ലേ, ആ ശബ്ദത്തിൻ്റെ ഒരു നേരിയ കണിക എന്നിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ അഭിമാനം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും നിങ്ങളിൽ യാഥാർത്ഥ്യ ബോധം ഉണരുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന സംഭാവനകൾ നൽകുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ഏകനാണ്, ശാരീരികമായി ദുർബലനാണ്, എനിക്ക് സാമ്പത്തികമായ കൊഴുപ്പില്ല, എനിക്കാകെയുള്ളത് ദൈവം തന്ന സ്വതസിദ്ധമായ നേരിയ കഴിവുകൾ മാത്രം. എന്നാൽ അത് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയും അതൊരു ജനതയുടെ ആത്മീയ വർധനവിന് വേണ്ടി അനുസ്യൂതം അധ്വാനത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് എനിക്കൊരു ദൗത്യമില്ല, എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല. ഞാൻ ഈ ദൗത്യം തുടരുമ്പോൾ ഞാൻ അപകടത്തിൻ്റെ വക്കിലാണ് എന്ന് എനിക്ക് നന്നേ ബോധ്യമുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ അനുഭവവും ഇതേ യാഥാർത്ഥ്യമെന്നെ എപ്പോഴും വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷേ നാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് വല്ലപ്പോഴുമൊക്കെ നാം ആയിപ്പോകാറുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ കൂടെ നാം കടന്നു പോകുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിപ്പീൻ, ചിന്തിപ്പീൻ, ആരും നിങ്ങളെ അടിമകളാക്കരുത്. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളൊന്ന് ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ ചിന്ത ഉപസംഹരിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനിമേൽ അടിമത്വത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിങ്ങളായി പോകരുത്. ഏവർക്കും നമസ്കാരം.